ഹലോ, ഞാൻ ആർക്കിടെക്ട് ഭവിത്. ഞാൻ നിൽക്കുന്നത് മോഡേൺ ഡിസ്ട്രോപോളിസ് ലിമിറ്റഡിലാണ്. ഇവരാണ് ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീലിൻ്റെ നോർത്ത് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ നിന്നുള്ള പല കാഴ്ചകളും നമുക്കിന്ന് കാണാൻ നോക്കും. കൂടാതെ നമ്മൾ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റും പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ബാക്കിലുള്ള സൈനേജ് എല്ലാം പറയുന്നുണ്ട് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ഓത്തറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവർ. നമ്മൾ ഈ കമ്പനിയുടെ പേര് കാണുന്നില്ലേ, മോഡേൺ ഡിസ്ട്രോപോളിസ് ലിമിറ്റഡ്. ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസാണ് ഇവിടെ ആനക്കയത്തുള്ളത്. ഇവർക്ക് എറണാകുളത്തും കോയമ്പത്തൂരിലും എല്ലാമായി വേറെയും ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫീസസ് ഉണ്ട്. ഇവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സൈനേഴ്സ് നോക്കിയാൽ മതി. ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീലിൻ്റെ ഒരു ബ്രാൻഡാണ് ഡ്യൂറേഷൻ. അവർ മേജർലി റൂഫിംഗ് ഷീറ്റ്സൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ടാറ്റ വയറോൺ, അതായത് ഇവർ ഫെൻസിങ് മെറ്റീരിയൽസൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടാറ്റ കളേഴ്സ് ഉണ്ട്, അത് പെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് പോയിട്ട് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ പ്രൊഡക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ പ്രൊഡക്റ്റ് LFW, അതായത് ലോസ്റ്റ് ഫോം വർക്ക്. ഈ ഒരു ഷീറ്റ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അതിനെപ്പറ്റി നമ്മൾ ഇനി പറഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഷീറ്റ് നമുക്ക് 6100 mm ലെങ്ത്ത് വരെ കിട്ടും. ഇതിൻ്റെ വിഡ്ത്ത് ഏകദേശം വരുന്നത് 1023 mm ആണ്. ഇഫക്റ്റീവ് വിഡ്ത്ത് 930 mm ആണ്. അതായത് ഓവർലാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഷീറ്റിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 930 എന്ന് പറഞ്ഞ ഡയമെൻഷനാണ് എടുക്കുക. ഈ ഒരു ഷീറ്റ് കണ്ടോ, ഈ രണ്ട് ഫിനിഷസ് ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഫിനിഷാണ് ഈ ഒരു ഫിനിഷ്. ഇതിൻ്റെ ടോപ്പ് പാർട്ടാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. ഈ ഒരു ഷീറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് വരുന്നത് 0.83 mm ആണ്. ശരിക്ക് നമ്മൾ പറയുമ്പോൾ 0.75 mm ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ തിക്നെസ് ആണ്. 0.05 അലൂസിങ് കോട്ടിംഗ് ആണ്. അതായത് അലൂസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് 55% അലുമിനിയം, 45% സിങ്കും ആണ്. അതിൻ്റെ മുകളിൽ 0.03 mm പെയിൻറ്റഡ് കോട്ടിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തിക്നെസ് 0.83 mm ആവുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അലൂസിങ് കോട്ടിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി കൺവെൻഷനിൽ കിട്ടുന്ന ഷീറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ റെസിസ്റ്റൻസ് ഈ ഒരു ഷീറ്റിന് ഉണ്ടാവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മാർക്കറ്റിൽ നന്നായി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ LFW എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ അലൂസിങ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെൻസിറ്റി എന്ന് വെച്ചാൽ AZ150 എന്നാണ് കമ്പനി പറയുന്നത്. നോർമലി മെറ്റീരിയൽസിലെല്ലാം ഇത് 120 ആയിരിക്കും. 150 ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അധികം തിക്നെസ്സിലെയും ഡെൻസിറ്റിയിൽ നമുക്ക് ആ കോട്ടിങ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. ഈ ഒരു ഷീറ്റ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺക്രീറ്റ് മിക്സ്ചർ ഉണ്ടാക്കി ഷീറ്റിലോട്ട് ഇടാൻ പോവുകയാണ്. ഇപ്പം നമ്മളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇടാൻ പോവുകയാണ്. ഈ ഒരു LFWയുടെ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ ശരിക്കും ഇങ്ങനെ ഉണ്ടാവും. അതായത് ഈ ഒരു ഷീറ്റ് ഉണ്ടാവും, LFW ഷീറ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റീൽ ഇങ്ങനെ പോകും. ഇതിൻ്റെ മുകളിലാണ് നമ്മളൊരു കോൺക്രീറ്റിങ് ചെയ്യുക. അത് നമ്മളുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫില്ല് ചെയ്യുക. ഈ ഒരു സ്റ്റീൽ സ്പേസിങ്ങും സ്റ്റീൽ സ്പെസിഫിക്കേഷനും ഒക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ടോപ്പ് പാർട്ട് ഉണ്ടാവുക. ബോട്ടം പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സ്ട്രക്ചറൽ മെമ്പേഴ്സ് കാണാൻ കഴിയും. ഓക്കെ, ഇതിന് കമ്പനി റെക്കമെൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ സ്പാൻ ആണെങ്കിൽ 1650 mm ആണ് സ്പാൻ ബിറ്റ്വീൻ രണ്ട് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പാൻ. അത് ഡബിൾ സ്പാൻ ആണെങ്കിൽ 1950 mm ആണ്. മൾട്ടിപ്പിൾ സ്പാൻ ആണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസ് 2000 mm ആണ്. എങ്കിലും അത് നിങ്ങളുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർ റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരിക. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനുള്ള മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പൈസയുടെ കാര്യത്തിലാണ് നല്ല ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു പ്രൊഡക്റ്റാണത്. കാര്യം ഇതിൻ്റെ താഴത്ത് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഫ്രെയിം വർക്ക് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുള്ള വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ടൈം ഭയങ്കരമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ താഴത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ഭാഗത്ത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അലൂസിങ് കോട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അപ്പീലിംഗ് ആയിട്ടുള്ള വ്യൂ ഈ ഒരു പ്രൊഡക്റ്റ് തരും. അപ്പോൾ ഈ ഷീറ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഞാനൊരു നമ്പർ ഷെയർ ചെയ്യാം ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട്. ഞാൻ എന്തായാലും മോഡേൺ ഡിസ്ട്രോപോളിസിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കോൺടാക്ട് നമ്പറാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറി ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അടിയിൽ നമ്മൾ നോർമലി കൺസ്ട്രക്ഷനിൽ കാണാറുള്ള ഫ്രെയിം വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് MEP വർക്ക് ഈ ഒരു കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പറ്റും. അത് പ്രൊജക്റ്റിൻ്റെ ടൈം ഷെഡ്യൂളിൽ ആ ഒരു സമയത്തിന് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അത് പ്രൊജക്റ്റ് ടൈം നമുക്ക് ഭയങ്കരമായിട്ട് കുറച്ച് തരും. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ
ഇനി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോട്ട് വരുമ്പോൾ പൊതുവെ നമ്മൾ കമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടമൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ, നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ റെസിഡൻസസിൽ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ സ്പേസിലൊക്കെ വരുമ്പോൾ ആസ് എൻ ആർക്കിടെക്ട് എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഈ അണ്ടുലേഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതിന് നമ്മളെ കയ്യിൽ ചെറിയൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ആ കാണുന്ന ലൈനർ. ഏകദേശം 0.37 mm തിക്നെസ് ഉള്ള ഒരു ഷീറ്റാണത്. ഈ ഷീറ്റ് നമുക്ക് കാണാൻ കഴിയും, ഇതിന് ഈ ഒരു അണ്ടുലേഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റിഫൈൻഡ് വ്യൂ നമുക്ക് കിട്ടും താഴത്തുനിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബോട്ടം പാർട്ടാണ് സ്ലാബിൻ്റെ. ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറൽ എലമെൻറ്റ് താഴത്തുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മളിത് സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ലൈനർ സ്ട്രക്ചറൽ എലമെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. എന്തായാലും നോർമലി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടഡ് ഫിലിം ഉണ്ടാവും. ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ ഫൈൻനെസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് എടുത്ത് മാറ്റുമ്പോഴൊക്കെ സ്ക്രാച്ചസ് ഒക്കെ വീഴാതിരിക്കാൻ. അത് മാറ്റിക്കഴിഞ്ഞാൽ കാണുന്ന ഭാഗം ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ആ LFWനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഷൈജൽ ഷമീനാണ്, ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത് നോക്കാം. LFW ടാറ്റ ബ്ലുസ്കോപ്പ് സ്റ്റീലിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ടാറ്റ ബ്ലുസ്കോപ്പ് സ്റ്റീൽ തന്നെ ഡുറാഷനിൽ വരുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ലോസ്റ്റ് ഫ്രെയിം വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ എല്ലാ ആപ്ലിക്കേഷനിലും എല്ലാ മേഖലകളിലും റിസോർട്ട് കാര്യങ്ങളിലെല്ലാം നമുക്ക് നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പുതിയ പ്രൊഡക്ട്സാണ്. കൂടാതെ ടാറ്റ ബ്ലുസ്കോപ്പ് സ്റ്റീൽ തന്നെ ടാറ്റ ഡുറാഷനിൽ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ടാറ്റ റൂഫിംഗ് ഷീറ്റ് വരുന്നുണ്ട്, ടാറ്റ ലൈനർ ഷീറ്റ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ടാറ്റ ലൈനർ ഷീറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ വുഡൻ ഫിനിഷിംഗ് എല്ലാം വരുന്നുണ്ട്, വൈറ്റ് ഗ്രേ കളറിലെല്ലാം വരുന്നുണ്ട്. സീലിങ്ങും മറ്റു പർപ്പസും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ LFW നമ്മൾ കൂടുതലായിട്ട് അതിനെ പറ്റിയാണല്ലോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വാൾ ഷീറ്റ് വരുന്നുണ്ട്. അതുപോലെ സൂപ്പർ ഷീൽഡ് പറഞ്ഞിട്ട് പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് മറ്റൊരു കമ്പനിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല. നമുക്ക് കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ ഈ അനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ്, അതായത് കെമിക്കൽ റിയാക്ഷൻ ഉള്ളതൊക്കെ ഈ ഷീറ്റ് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു വീഡിയോ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഇൻസുലേറ്റഡ് ഷീറ്റ് വരുന്നുണ്ട്, ടാറ്റയുടെ ഇൻസുലേറ്റഡ് ഷീറ്റ് വരുന്നുണ്ട്. കൂൾ ഷീൽഡ് എന്നുള്ള ബ്രാൻഡിലാണ് വരുന്നത്. അതുപോലെ പഫ് ഷീറ്റ് വരുന്നുണ്ട്. ഇത്രയും റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ടാറ്റ ഡുറാഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഷൈജിൽ കുറേ പ്രൊഡക്ട്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ഇവിടുത്തെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിക്കുക, അന്വേഷിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.